ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്യൂട്ട് ഫയൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന JCIയുടെ എക്സാം ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബറിലെ PSCയുടെ എക്സാം കലണ്ടറിലാണ് നമുക്ക് JCIയുടെ എക്സാം ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിലാണ് എക്സാം. ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് 640/2023 സ്റ്റേറ്റ് വൈഡ് എന്നാണ് എക്സാം വരുന്നത്. എക്സാം വരുന്നത് 5/9/2024 5/9/2024 ട്യൂസ്ഡേ ആണ് എക്സാം ഡേറ്റ് വരുന്നത്. ദെൻ നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/6/2024 മുതൽ 19/7/2024 വരെയുള്ള ഡേറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺഫർമേഷൻ കൊടുക്കണം. പിന്നെ 22/8 മുതൽ നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഓർ OMR എക്സാമിനേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മീഡിയം ഇംഗ്ലീഷ് ആണ്. 1 hour 30 minutes ആണ് എക്സാം ടൈം. സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 മാസത്തെ ടൈം ടേബിൾ ഇട്ട് ഓൾറെഡി പഠിച്ചു തുടങ്ങി. 19 ദിവസത്തെ ടൈം ടേബിൾ ഓൾറെഡി ഇട്ടു, കവർ ചെയ്തു. ആ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് PSCയുടെ എക്സാം ഡേറ്റ് വന്നപ്പോഴും വന്നിരിക്കുന്നത്. നമുക്ക് ആകെ പഠിക്കാൻ 3 മാസമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള 3 മാസത്തിൽ ഓൾറെഡി നമ്മളൊരു 19 ദിവസം കവർ ചെയ്തേക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഡെയിലി സിലബസ് ബേസ് ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പഠിക്കാനുള്ള ടോപ്പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി മുതൽ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടായിരിക്കും സിലബസ് ബേസ്ഡ് ടൈം ടേബിൾ പോവുക. നമ്മൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ടൈം ടേബിൾ ഇട്ട് ശനി ഞായർ ടോപ്പിക്ക് പഠിക്കാൻ ഇടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അതുകൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്തിരുന്ന സെയിം സിലബസ് തന്നെയാണ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ചെറിയൊരു ഒരു 4ാമത്തെ മാനേജ്മെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ, കുറച്ച് കണ്ടൻറ്റ് കുറച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഫോളോ ചെയ്ത സെയിം സിലബസ് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് എടുത്തിട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളിലും നമ്മൾ ഫോളോ ചെയ്ത സിലബസിലും ഒരു ഷെഡ്യൂളിലും ഒന്നും നമുക്കൊരു മാറ്റവും വരുത്തേണ്ടതില്ല. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഡെയിലി പഠിക്കേണ്ട സമയം കൂട്ടുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കോപ്പറേഷൻ 50 മാർക്കാണ്. ഈ കോപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ 50 മാർക്കിൽ 25 മാർക്ക് ലോയും 25 മാർക്ക് നമ്മുടെ കോപ്പറേഷനും ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കോപ്പറേഷൻ എന്ന് പറയുന്ന ഈ സിലബസിൽ കൊടുത്തിരിക്കുന്നത് കോപ്പറേഷനും ലോയും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇനി ലോ ഇല്ലേ എന്നുള്ള ഇതൊന്നും വേണ്ട. ലോ 1 മുതൽ 110 വരെ സെക്ഷൻ പഠിക്കാമെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്നത്. പക്ഷേ നമ്മൾ ആ പാറ്റേൺ അങ്ങ് നിർത്തുകയാണ്. ഇതിൻ്റെ അകത്ത് ലോയിൽ എന്തൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇനി ലോയുടെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ ക്ലാസ് ഇടുകയുള്ളൂ. നമുക്ക് ഫസ്റ്റ് സിലബസിൽ തന്നിരിക്കുന്ന ലോ മാത്രം ആദ്യം അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ പോർഷനാണ്. റിവൈസ് ചെയ്യുക. ദെൻ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, അതും കംപ്ലീറ്റഡ് ആണ്. ദെൻ തേർഡ്, ഇനി ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, അതാണ് നമ്മൾ നെക്സ്റ്റ് വീക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അതാണ് തേർഡ്. അതിൽ നിന്ന് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കുക? 7 മാർക്ക്. അപ്പോൾ നമ്മൾ ഓരോന്നിലും എത്ര മാർക്ക്? കോപ്പറേഷനിൽ 50 മാർക്കിൽ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റത്തിൽ നിന്ന് 5 മാർക്ക്, ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ നിന്ന് 5 മാർക്ക്, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള അതിൽ നിന്ന് 7 മാർക്ക്, മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ് അതിൽ നിന്ന് 5 മാർക്ക്. ദെൻ കോപ്പറേറ്റീവ് ഓഡിറ്റ്, അത് ലോയുടെ പാർട്ടാണ്. കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാർട്ടാണ്. 4 മൊഡ്യൂൾ കഴിഞ്ഞ് 5ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന എന്താണ്? കോപ്പറേറ്റീവ് ലോയാണ്. അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ളത് നമ്മുടെ ലോയിലെ ഓഡിറ്റിൻ്റെ ചാപ്റ്ററാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ അതുകൂടാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഒക്കെ നോക്കാനുണ്ട്. അതെല്ലാം ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് റീകൺസിലിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം.
അതിൽ നിന്ന് 6 മാർക്കാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പഠിക്കണം. കമ്പനീസിൻ്റെ ഓഡിറ്റ് അങ്ങനെയുണ്ട്. പിന്നെ അത് ഒപ്പം തന്നെ എന്താണ് നമ്മുടെ ലോയിലെ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൽ നിന്ന് 6 മാർക്കാണ്. ദെൻ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ വരുന്ന ഇഷ്യൂസ്, അതും നമ്മളെ സംബന്ധിച്ച് എന്താണ്, ലോയുടെ കാര്യങ്ങളാണ്. ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ വരുന്ന കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ലോയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സിലബസിൻ്റെ ഓരോരോ ടോപ്പിക്സും എടുത്തിട്ട് നമ്മൾ പഠിക്കണം. ദെൻ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, അതും കോപ്പറേറ്റീവ് ലോയെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. 5 മാർക്കാണ് അതിൽ നിന്നുള്ളത്. സോഴ്സ് ഓഫ് ഫണ്ട്, ഇതും നമ്മുടെ കോപ്പറേറ്റീവ് ലോയാണ്. കോപ്പറേറ്റീവ് ലോയെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ അകത്ത് ഫണ്ടുകൾ, അതിൻ്റെ ചാപ്റ്റർ, അതിൻ്റെ സെക്ഷൻസ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്, അതിൻ്റെ ഓരോന്നും ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ സെക്ഷൻസിലും എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതാണ് അവിടെ പഠിക്കേണ്ടത്. ദെൻ 9th കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള, അത് നമ്മൾ കോർപ്പറേഷനിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 5 മുതൽ ഉള്ളത് ലോയാണ്, അതിലാണ് ലോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ 9th കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, 1904 ആക്ട്, 1912 ആക്ട്, ദെൻ മോഡൽ കോപ്പറേറ്റീവ് ബില്ല് 1991 അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതെല്ലാം കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 90 കണ്ടോ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് ഇനാക്ട്മെൻറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആക്ട് വരുന്നത് വരെയുള്ള എല്ലാ ഇവല്യൂഷൻസും കൃത്യമായിട്ട് പഠിക്കണം. അത് ആണ് 9th ചാപ്റ്റർ മൊഡ്യൂളായിട്ട് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 9 മൊഡ്യൂളിൽ നിന്ന് കൂടെ നമുക്ക് എത്ര മാർക്കാണ്, 50 മാർക്കാണ്. കോർപ്പറേഷൻ്റെ 50 മാർക്ക്, അത് ലോയുണ്ട്, കോർപ്പറേഷനുണ്ട്, പിന്നെ കോപ്പറേറ്റീവ് ലോയുടെ ഇവല്യൂഷനുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടാണ് 50 മാർക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, ചാപ്റ്റർ 2 പാർട്ട് 2 എന്താണ്, ബാങ്കിങ് ആണ്. 40 മാർക്കാണ് ബാങ്കിങ്ങിലുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്കിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, അതിൽ നിന്ന് 4 മാർക്കുണ്ട്. സെൻട്രൽ ബാങ്കിങ്, അത് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കാണ്, 4 മാർക്കുണ്ട്. 3ാമത്തത് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്, അത് 4 മാർക്കുണ്ട്. അത് നമ്മൾ ഹാഫ് വരെയാണ് തീർത്തിട്ടുള്ളൂ, അതിൻ്റെ ഹാഫ് പോർഷൻ നെക്സ്റ്റ് വീക്കിലാണുള്ളത്. ദെൻ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് 4 മാർക്ക്. ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ 4 മാർക്ക്. പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് 4 മാർക്ക്. ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് 4 മാർക്ക്. അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് 4 മാർക്ക്. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് 4 മാർക്ക്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് 4 മാർക്ക്. അങ്ങനെ 10 മൊഡ്യൂളിലായിട്ട് ഓരോ മൊഡ്യൂളിനും 4 മാർക്ക് വീതം 40 മാർക്കാണ് നമ്മുടെ ബാങ്കിങ്ങിന് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള 10 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈബർ ലോയ്ക്കാണ്. സൈബർ ലോയിലാണ് 10 മാർക്ക്. സൈബർ ലോയിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ദെൻ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മളിപ്പോൾ ഓൾറെഡി കവേർഡാണ്. ദെൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, ബേസിക് പ്രോഗ്രാംസ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈസസ്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ, ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് 10 മാർക്ക്. ഇതാണ് നമ്മുടെ JCIയുടെ സിലബസ്. ഈ സിലബസിനെ ബേസ് ചെയ്തിട്ട് സിലബസ് സ്പ്ലിറ്റ് ചെയ്ത് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ പോകുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ടാവും. ഇതിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിലൂടെ ആയിട്ടും ടെലിഗ്രാം ചാനലിലൂടെ ആയിട്ടും 3 മാസം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരിക. അപ്പോൾ ഇന്ന് വരെ ഫോളോ ചെയ്യാത്തവരുണ്ട് എങ്കിൽ 1ാമത്തെ ക്ലാസ് മുതൽ 1ാമത്തെ ദിവസം മുതൽ 19ാമത്തെ ദിവസം വരെ എന്തുവരെ പഠിക്കണമെന്ന് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി 20ാമത്തെ ദിവസം തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകുന്നതായിരിക്കും. 90 ഡേയ്സ് 90 ദിവസത്തെ ടൈം ടേബിൾ നമ്മുടെ ചാനലിലുണ്ടാകും. യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ക്ലാസ്സുകൾ ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലോ ടൈം കിട്ടാതെ വരുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. താങ്ക്